ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നാടൻ റോസിനെ പോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന കാശ്മീരി റോസിനെ പറ്റിയാണ്. കാശ്മീരി റോസിൻ്റെ കെയറും അതുപോലെ തന്നെ അതിന് കൊടുക്കുന്ന വളം, എന്തെല്ലാം തരത്തിലുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത്, എങ്ങനെ നമുക്ക് ഒരു കൊലയിൽ തന്നെ 10-11 പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചെല്ലാം നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. മഴക്കാലത്തും ധാരാളം പൂക്കൾ തരുന്ന ചെടിയാണ് കാശ്മീരി റോസ്. നമ്മുടെ വീട്ടിൽ ഏറ്റവും എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതുമാണ്. ഈ ഒരു റോസിൻ്റെ പ്രത്യേകത, ഒരു കൊലയിൽ തന്നെ നമുക്ക് 10-11 പൂക്കൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു റോസും കൂടെയാണ്. സാധാരണ റോസിൽ നിന്നും വ്യത്യസ്തമാണ് കാശ്മീരി റോസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോസ് ആയിക്കഴിഞ്ഞാൽ മുള്ളുണ്ടാകും. പക്ഷേ കാശ്മീരി റോസിന് മുള്ളുകളേ ഇല്ല. നമ്മൾ ഓരോ തണ്ടിലെടുത്ത് നോക്കിക്കഴിഞ്ഞാലും മുള്ളില്ലാത്ത ഒരു റോസും കൂടിയാണ്. അതുപോലെ തന്നെ പുഴുക്കേടുകൾ അധികമില്ല. അതുകൊണ്ട് തന്നെ ഫംഗിസൈഡ് നമുക്ക് അടിക്കേണ്ട ആവശ്യം വരുന്നതേയില്ല. കാശ്മീരി റോസിന് മാസത്തിൽ 2 തവണ മാത്രം നമ്മൾ ഫെർട്ടിലൈസർ കൊടുത്താൽ മതി. ഉണങ്ങിയ ചാണകപ്പൊടി കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാശ്മീരി റോസിൻ്റെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ഗ്രാനുവൽസ് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാണകപ്പൊടി ഇടയ്ക്ക് ഫെർട്ടിലൈസർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഗ്രാനുവൽസ് കൂടെ ആഡ് ചെയ്തിടുവാണെങ്കിൽ ഈ ചെടിക്ക് വളരെ നല്ലതാണ്. സാധാരണ നമ്മൾ പോട്ടിംഗ് മിക്സൊക്കെ തയ്യാറാക്കി ചെടിയൊക്കെ നട്ടതിന് ശേഷം ഒരു കൊല്ലത്തിന് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ചെടിച്ചട്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ മണ്ണെല്ലാം ഉറച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ഗ്രാനുവൽസും കൂടെ ചേർത്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ എപ്പോഴും മണ്ണിനൊരു ഇളക്കം ഉണ്ടാകും. അതുമാത്രമല്ല, വേരോട്ടം നടക്കാനായിട്ട് വളരെ സഹായിക്കും. വായുസഞ്ചാരം നന്നായിട്ട് മണ്ണിലുണ്ടാകും. ഇതെല്ലാം വളരെ നല്ലതാണ്. നമുക്കിനി ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചാണകപ്പൊടി മാത്രം ചേർത്താലും ഈ ഒരു കാശ്മീരി റോസ് നന്നായിട്ട് വളർന്നു വരും. മഴക്കാലം കഴിയുന്നതോടുകൂടി നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസർ കാശ്മീരി റോസിന് കൊടുക്കാം. ഒരു ബോട്ടിലെടുത്തതിന് ശേഷം നമ്മൾ സവാളയുടെ തൊലി ഒരു ബോട്ടിലിൽ ഇടുക. അതിനോടൊപ്പം തന്നെ കുറച്ച് വെള്ളവും ഒഴിച്ച് അടച്ചു വെക്കുക. അടുത്ത ദിവസം അതൊന്ന് എടുത്ത് അരിച്ച് ആ ഒരു തെളി മാത്രം എടുക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് വെള്ളവും കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഈ ചെടികൾക്കൊക്കെ പൂക്കുന്ന നമ്മളുടെ ഫ്ലവറിങ് പ്ലാന്റ്സിന് എല്ലാം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ നമ്മൾ ആ ചെടിയുടെ ചുറ്റും നമ്മൾ 15 ദിവസം കൂടുമ്പം ഫെർട്ടിലൈസർ കൊടുക്കണം. കാരണം റോസിനാണ് ഏറ്റവും കൂടുതൽ ഫെർട്ടിലൈസർ കൊടുക്കേണ്ടത്. കൊടുക്കുന്ന സമയത്ത് നമ്മളിതുപോലെ അതിൻ്റെ മേൽമണ്ണൊന്ന് ഇളക്കി വേണം കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ പെട്ടെന്ന് നമ്മൾ വെള്ളം ഒഴിച്ചാൽ പോലും താഴെ റൂട്ട്സിലേക്കൊക്കെ എത്തത്തുള്ളൂ. കാശ്മീരി റോസിൻ്റെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് സാധാരണ മണ്ണ്, അതിൻ്റെ കൂടെ കുറച്ച് മണലോ അല്ലെങ്കിൽ ഗ്രാനുവൽസോ എടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും കൂടെയാണ് ചേർക്കേണ്ടത്. ഇത് മാത്രം മതി. നല്ല പോലെ ബ്രാഞ്ചസൊക്കെ ഉണ്ടായി നല്ല പോലെ വളർന്നു വരാൻ സഹായിക്കും. ഇപ്പം ഈ കാണുന്ന ചെടി ഏകദേശം 1.5 മാസത്തിന് മുമ്പ് ഞാൻ കൊണ്ടുവന്നതാണ്. ഇപ്പം ഇതിൽ ധാരാളം മൊട്ടുകൾ കാണുന്നുണ്ട്. ഓരോ തണ്ടിൽ നിന്ന് പോലും നമുക്ക് ധാരാളം മൊട്ടുകൾ കാണാൻ സാധിക്കും. എപ്പോഴും പൂക്കളുണ്ടാകുന്ന ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഫെർട്ടിലൈസർ കൊടുത്തതിന് ശേഷം ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ വാടിയ പൂക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. കാരണം അത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് മേളത്തെ 2 ലീവ്സ് താഴെ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. കാരണം കാശ്മീരി റോസിൻ്റെ സ്റ്റെമ്മിനൊന്നും അധികം ബലമില്ല. അതുകൊണ്ട് താഴേക്ക് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ആ കട്ട് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാകത്തുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
നേഴ്സറിയിൽ നിന്നും കാശ്മീരി റോസ് വാങ്ങുന്ന സമയത്ത് നമുക്ക് ബഡ് ചെയ്തതും കിട്ടും, അല്ലാത്തതും കിട്ടും. കാരണം നമ്മൾ സ്റ്റെം കുത്തി നന്നായിട്ട് വളർന്നു വന്നതും ഉണ്ടാവും, ബഡ് ചെയ്തതും ഉണ്ടാവും. ഇത് രണ്ടും വാങ്ങിക്കാം. കാരണം രണ്ടിലും നല്ല പോലെ പൂക്കൾ തരുന്നുണ്ട്. 2 എണ്ണവും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഈ ബഡ് ചെയ്തതിൻ്റെ അകത്ത് പോലും നമുക്ക് ഈ സ്റ്റെം കട്ട് ചെയ്ത് നമുക്ക് വേറെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സാധാരണ കാണുന്നത് ഈ മഞ്ഞ കളറിലെ ഇലകളൊക്കെ വന്ന് അല്ലെങ്കിൽ പുഴുക്കേടുകൾ വരുന്ന ഇലകളെല്ലാം ആ പോട്ടിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്ന പ്രവണതയുണ്ട്. അത് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും അതിൻ്റെ അകത്തുനിന്ന് ഫംഗസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. കാശ്മീരി റോസിൽ തന്നെ വൈറ്റ് കളറുണ്ട്, അതുപോലെ നല്ല റെഡ് കളറിലുള്ളതുണ്ട്. ലൈറ്റ് റോസിലുള്ളതെല്ലാം തന്നെ ഇന്നിപ്പം നേഴ്സറിയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് തണ്ടിലെ എല്ലാ ഭാഗത്തേക്കും വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. കാശ്മീരി റോസിൻ്റെ പൂക്കൾക്ക് നല്ല വലുപ്പം വരാനായിട്ട് എല്ലുപൊടി ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. നല്ല വലുപ്പമുള്ള പൂക്കൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തണ്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞു വളരെ സെൻസിറ്റീവാണ് ഈ ഒരു കാശ്മീരി റോസ്. അതുകൊണ്ട് തന്നെ എല്ലുപൊടി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ഗ്രോത്തിൽ വളരുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ എവിടെ കണ്ടാലും കാശ്മീരി റോസ് വാങ്ങിച്ച് വളർത്തി നോക്കുക. കാരണം റോസ് വളർത്താൻ എല്ലാവർക്കും ഒരു പ്രയാസമാണ്. കാരണം അതിനെ കുറച്ചും കൂടെ നല്ല രീതിയിൽ കെയർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന രീതിയിലായിരിക്കണം പോട്ടിംഗ് മിക്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു രീതിയിൽ ചെയ്താൽ മാത്രമേ ഈ ഒരു ചെടി നിൽക്കത്തുള്ളൂ. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിൻ്റെ ഇലകളെല്ലാം തന്നെ മഞ്ഞ കളറിലേക്ക് വരും. നിങ്ങൾ കാശ്മീരി റോസ് വളർത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏത് കളറാണെന്നുള്ള കാര്യവും മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട കമൻസും രേഖപ്പെടുത്തുക. നമുക്കിനിയും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.